ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഐതിഹ്യം നോക്കാം. ദ്വാപരയുഗത്തിലെ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി നാളിലാണ് മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ഈ ദിവസമാണ് ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ജന്മാഷ്ടമി. ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേരുന്ന ദിനത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത്. ലോകത്തിലെ നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചതെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ അവതാരം ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ വീണു പിറന്നുവെന്നാണ് സങ്കല്പം. ഇവർ പൂർവാധികം ശക്തി പ്രാപിച്ച് വംശത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഭൂമിയിൽ അസുരന്മാരുടെ അംഗസംഖ്യ പെരുകി. ഇവർ ലോകത്തെയും ഭൂമിയെയും അധർമ്മത്തിലേക്ക് നയിച്ചു. എല്ലാ വിഭവങ്ങളിലും അസുരന്മാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. ഇതോടെ ഭൂമിദേവി ക്ഷീണിതയായി. ഈ അസുരന്മാരിലെ പ്രധാനി കാലനേമി അംശത്തിൽ ജനിച്ച കംസനായിരുന്നു. അസുരന്മാരുടെ ചെയ്തികളിൽ മടുത്ത ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ ദേവലോകത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. ദേവന്മാർ ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ബ്രഹ്മാവ് കംസന് വരം നൽകിയിട്ടുള്ളതിനാൽ തനിക്ക് അയാളെ വധിക്കുവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. തുടർന്ന് അവരെല്ലാവരും കൂടി പാലാഴിയിൽ പോയി മഹാവിഷ്ണുവിനെ കണ്ടു. വിഷ്ണു അവരുടെ ആവലാതികൾ കേൾക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് ലോകോപകാരാർത്ഥം അസുരന്മാരെ നിഗ്രഹിക്കുമെന്ന് ഭൂമിയുടെ അമിതഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു. ഇങ്ങനെ മഹാവിഷ്ണു ശ്രീകൃഷ്ണാവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ അവതാര ഐതിഹ്യമായി പറയുന്നത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നാളിലാണ് ഭഗവാന്റെ ജനനം. ഈ ദിവസം പേമാരിയെയും കോടമഞ്ഞും കൊടുങ്കാറ്റിനെയും കുറിച്ച് അതിഭീകരമായാണ് ഭാഗവതത്തിൽ പറയുന്നത്. മധുരയിലെ രാജകുടുംബത്തിലെ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. അധികാരമോഹിയായ ദേവകിയുടെ സഹോദരൻ കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നു. എന്നാൽ ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന അശരീരി കംസനെ വല്ലാതെ ഭയപ്പെടുത്തി. തുടർന്ന് ദേവകി പ്രസവിച്ച 6 കുട്ടികളെയും കംസൻ നിഷ്കരുണം വധിച്ചു. 7ാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു. അലറിപ്പെയ്യുന്ന പേമാരിക്കും ആടിത്തിമിർത്ത കൊടുങ്കാറ്റിനുമിടെ രോഹിണി നാളിൽ സാക്ഷാൽ ഭഗവാൻ ജനിച്ചു. എന്നാൽ കൃഷ്ണന്റെ ജനനം നടന്ന ഉടൻ തന്നെ വസുദേവര് അമ്പാടിയിലുള്ള നന്ദഗോപരുടെയും യശോദയുടെയും അടുത്ത് കുട്ടിയെ എത്തിച്ചു. നന്ദഗോപരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരികെ കൊണ്ടു കിടത്തി. കുഞ്ഞ് പ്രസവിച്ചു എന്ന കാര്യം അറിഞ്ഞ കംസൻ സാക്ഷാൽ മായാദേവിയായ ആ ശിശുവിനെ വധിക്കുവാൻ വേണ്ടി തുനിഞ്ഞു. എന്നാൽ ബാലിക ആകാശത്തിലേക്ക് പറന്ന് നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചുവെന്ന് കംസനോട് പറഞ്ഞു. ഇത് കേട്ട ഭയചകിതനായ കംസൻ ആ ഇടയ്ക്ക് ജനിച്ച എല്ലാ കുട്ടികളെയും നിഗ്രഹിക്കാൻ പൂതന എന്ന രാക്ഷസിയെ നിയോഗിച്ചു. കംസവധം. അമ്പാടിയിലാണ് ശ്രീകൃഷ്ണൻ കളിച്ചു വളർന്നത്. ഇവിടെ എത്തിയ പൂതന വിഷം പുരട്ടിയ മുലപ്പാൽ ഭഗവാന് നൽകി. എന്നാൽ കൃഷ്ണനാകട്ടെ മുലപ്പാൽ കൂടാതെ പൂതനയുടെ പ്രാണനെയും വലിച്ചെടുത്തു. ഇതിനുശേഷം കൃഷ്ണനെ കൊല്ലാനായി തൃണാർത്തൻ എന്ന അസുരനെ കംസൻ അയച്ചു. കൊടുങ്കാറ്റായി എത്തിയ അസുരൻ ശ്രീകൃഷ്ണനെയും എടുത്തുകൊണ്ട് പറന്നു. കഴുത്തിൽ ഞെരുക്കി തൃണാർത്തനെ ശ്രീകൃഷ്ണൻ വധിച്ചു. പിന്നീട് കംസൻ അയച്ച ശകടാസുരൻ, വത്സൻ, ഭഗൻ, അഘൻ എന്നീ അസുരന്മാരെയെല്ലാം ഭഗവാൻ വധിച്ചു കളഞ്ഞു. എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടപ്പോൾ കംസൻ ധനുർയാഗം നടത്താൻ തീരുമാനിച്ചു. മധുരാപുരിയിലെ യാഗത്തിലെത്തിയ ബലരാമനും കൃഷ്ണനും പൂജിച്ചു വച്ചിരുന്ന വില്ല് മുറിച്ചു കളഞ്ഞു. തുടർന്ന് എതിരിടാൻ വന്ന കംസനെ ഭഗവാൻ വധിച്ചു. കണ്ണൻ്റെ അവതാരകഥകൾ പറയുന്ന അഷ്ടമി രോഹിണി ജനമനസ്സിൽ ഉണ്ണിക്കണ്ണൻ്റെ ഭക്തിയുടെയും ആഘോഷത്തിൻ്റെയും നെയ്ത്തിരികൾ കൊളുത്തുന്ന ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി. ഇന്നേ ദിവസം വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഏവർക്കും 1000 ഇരട്ടി ഫലം നൽകി എല്ലാ ശ്രേയസ്സും നൽകി ഭഗവാൻ അനുഗ്രഹിക്കും. തീർച്ചയായും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.